ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങളൊന്ന് നടക്കാൻ പോവുകയാണ്. അപ്പം വൈകുന്നേര സമയമാണ്. ഇവിടെ അടുത്ത് ലുംബിനി ഗാർഡൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പം അവിടേക്കാണ് പോകുന്നത്. ചുമ്മാ നടന്നൊന്ന് കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. ഇപ്പം ഏകദേശം ഒരു 5:15, 5:30 ആയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ അടുത്താണ്. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ വണ്ടിയിൽ തന്നെയാണ് പോകുന്നത്. ഇതിവിടെ സ്ഥിരം ഇപ്പം താഴെയൊക്കെ കാണുന്നൊരു പൂച്ചയാണ്. ഈയിടെയായിട്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പൂച്ച അത് കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി എടുത്ത് പുറത്തേക്കൊക്കെ ഇറങ്ങി. ഇപ്പം ഇന്ന് വളരെ തിരക്ക് കുറവാണ്. എന്താണെന്നറിയത്തില്ല, ഇന്ന് വളരെ തിരക്ക് കുറവായിട്ട് ഫീൽ ചെയ്തു. നമ്മൾ ന്യൂ ഇയറിൻ്റെ വീഡിയോയിലൊക്കെ കണ്ട, ന്യൂ ഇയറിൻ്റെ ക്രിസ്മസിൻ്റെ ഒക്കെ വീഡിയോയിൽ കണ്ട പള്ളിയാണിത്. അങ്ങനെ ഞങ്ങൾ ലുംബിനി എത്തി. ഇതാണ് ലുംബിനി ഗാർഡൻ. അപ്പോൾ സൺസെറ്റിൻ്റെ സമയമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നിന്ന് കഴിഞ്ഞാൽ സൺസെറ്റൊക്കെ കാണാൻ പറ്റും. ഈ ലുംബിനി ഗാർഡൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത്, ഇപ്പുറത്തെ വശം ഞങ്ങൾ ഈ പോയിക്കൊണ്ടിരുന്ന ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് മാന്യത ടെക് പാർക്കൊക്കെയാണ്. കണ്ടോ, ഈ കാണുന്നതൊക്കെ മാന്യത ടെക് പാർക്കിൻ്റെ ഭാഗങ്ങളാണ്. അപ്പം ഞങ്ങൾ അവിടെ വണ്ടി നിർത്തി. എന്നിട്ട് കുറച്ച് നടക്കാമെന്നൊക്കെ വിചാരിച്ച് ശ്രീഹരി നടക്കാൻ പോയി. ഞാൻ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് വീഡിയോസും ഒക്കെ എടുത്തു, കുറച്ച് ഷോർട്സൊക്കെ എടുത്തു. അപ്പം ഇതിങ്ങനെ സൺസെറ്റ്, നേരത്തെ ഞാൻ ഷോർട്സിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ സൺസെറ്റിൻ്റെ സമയത്ത്. കുറച്ചുകൂടെ വൈകി ഞങ്ങൾ വന്നപ്പോഴും ഒക്കെ. ഇപ്പം അത്രയും വൈകിയിട്ടില്ല, ഒരു 5:15, 5:30 ആയിട്ടേ ഉള്ളൂ. അപ്പം ഇത് നേരത്തെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം എന്ന് പറയുന്നത് ഈ ലേക്ക്, ഇത് രജനഹള്ളി ലേക്കാണിത്. രജനഹള്ളി ലേക്കല്ല, ഇതിൻ്റെ പേര് നാഗവര ലേക്കാണ്. അപ്പം അതിൻ്റെ അവിടെയൊക്കെ ബോട്ടിങ്ങും, ഞാൻ നിൽക്കുന്നതിൻ്റെ ഈ ഓപ്പോസിറ്റ് വശത്തൊക്കെ ബോട്ടിങ്ങും അങ്ങനെ കുറേ കാര്യങ്ങളും പിള്ളേർക്ക് കളിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കോവിഡിന് മുമ്പ് വരെ ഞങ്ങൾ അതിനകത്തൊക്കെ കയറി കണ്ടിട്ടും, പിന്നെ അവിടെ കുറേ കഫേ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിനകത്തൊക്കെ കയറി കണ്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇവർ കോവിഡിൻ്റെ ലോക്ക്ഡൗണിന് ശേഷം അത് പിന്നെ തുറന്നിട്ടില്ല, അത് അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഹൈവേയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാനൊക്കെ പറ്റും അത് ഫുൾ ഒരു മെയിൻ്റനൻസ് ഇല്ലാതെ അങ്ങ് അടച്ചിട്ടിരിക്കുന്നത്. എന്നിട്ട് ഇവർ ഈ ഭാഗത്ത് നല്ലപോലെ പൂക്കളൊക്കെ പിടിപ്പിച്ച്, അതിപ്പം വിൻ്റർ ആയതുകൊണ്ട് അധികം കാണാത്തത്, ഒരു സമ്മറൊക്കെ ആകുമ്പോഴത്തേനും നന്നായിട്ട് പൂക്കളൊക്കെ വരും ഇവിടെ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ പുല്ലൊക്കെ പിടിപ്പിച്ച് ഇങ്ങനെ ഒരു സൺസെറ്റ് കാണാൻ പാകത്തിനൊരു ഭാഗമൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത്. അവിടെ കുറേ പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ തിരിച്ചിങ്ങി പോന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ശ്രീഹരിക്ക് മുടി വെട്ടണമായിരുന്നു, അതായിരുന്നു ഒരു മെയിൻ പരിപാടി. അപ്പം അവിടെ കയറി ശ്രീഹരി മുടി വെട്ടി. എനിക്ക് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും അവിടെ തിരക്കും ഇല്ലാത്തതുകൊണ്ടും ഞാൻ അവിടെ തന്നെ അങ്ങ് നിന്നു, തിരിച്ച് പോയില്ല. അല്ലെങ്കിൽ ഞാൻ ശ്രീഹരി മുടി വെട്ടാൻ പോകുമ്പോൾ ഞാൻ സാധാരണ പോയി സാധനങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനുള്ളതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്ന. ഇപ്പം കുറച്ച് മരുന്ന് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അതിനപ്പുറത്തൊരു മെഡിക്കൽ സ്റ്റോർ ഉണ്ടായിരുന്നു. പിന്നെ ശ്രീഹരി ഇറങ്ങിയിട്ട് ഞങ്ങൾ ശ്രീഹരി തന്നെ ഇറങ്ങിപ്പോയി വാങ്ങിച്ചുകൊണ്ട് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചിങ്ങി പോകുന്നു. അധികം തിരക്കൊന്നും ഇല്ലാത്ത വഴി ആയിരുന്നു. എന്താണെന്നറിയത്തില്ല, വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. ഈ പാർക്ക് ഞങ്ങൾ സ്ഥിരം നടക്കാൻ വരുന്ന ഒരു പാർക്കാണ്. പാർക്ക് ഇവിടെ അടുത്തൊരു ഇത് ഇച്ചിരി കൂടെ വലിയൊരു പാർക്കാണ്. അത് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പോകുമ്പം കോഫി ബോർഡ് ലേഔട്ട് എന്നൊക്കെ പറഞ്ഞ് അവിടെ പക്ഷേ ഭയങ്കര തിരക്കാണ് ചില സമയത്ത്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ അധികം പോകാറില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി. പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് പിന്നെ പതുക്കെ വൈകുന്നേരത്തെ പരിപാടികളിലേക്കൊക്കെ കടന്നു. ഇന്ന് വലിയ കുക്കിങ്ങൊന്നും ഇല്ല. അപ്പം അതിനിടയ്ക്ക് ഞാൻ കുറച്ചിങ്ങനെ നമ്മുടെ പച്ച ഗ്രീൻ പീസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ നമുക്ക് അതിനകത്തുനിന്ന് ഗ്രീൻ പീസ് എടുത്ത് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് പച്ചയല്ലേ, അപ്പം കറി ഉണ്ടാക്കുമ്പം വെള്ളത്തിലിടുകയൊന്നും വേണ്ട, ഇത് നേരിട്ടിട്ട് കഴിഞ്ഞാൽ വേകും. അപ്പം ഇത് പക്ഷേ നമ്മുടെ നാട്ടിലൊന്നും ഇത് കാണാൻ കിട്ടാനില്ല. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഇത് കാണുന്നത്. ഇങ്ങനെ നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റും. ഉണ്ടോയെന്നറിയത്തില്ല നമ്മുടെ നാട്ടിൽ. അപ്പം അത് ഞാനിങ്ങനെ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അത് ഇപ്പം ഞാൻ കുറച്ച് പൊളിച്ച് ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് പൊളിച്ച് മാറ്റി വെച്ചു.
പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രി ഇന്ന് ലൈറ്റ് ഫുഡ് എന്നുള്ള രീതിയിൽ ഇഡ്ഡലിയാണ്, 2 പേർക്ക് ഇഡ്ഡലി മതി എന്നുള്ളതായി. അതുകൊണ്ട് കുറച്ച് കടലക്കറി ഇരിപ്പുണ്ട്. അപ്പോൾ അതും ആക്കി, വേറെ ചമ്മന്തി ഒന്നും ഇനി അരയ്ക്കേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ 2 പേർക്കും ഇഡ്ഡലി മതി. അപ്പോൾ ഞാൻ മാവ് വാങ്ങിക്കുകയാണ്. ഈ തണുപ്പ് സമയത്തൊക്കെ ഞാൻ മാവ് വാങ്ങിക്കുക ചെയ്യുന്നത്. എന്താ പൊളിക്കത്തില്ല, വെറുതെ അത് നമ്മൾ കുറേ നേരം വെച്ച് ഒരുമാതിരി ഒരു രീതിയിലാവും. കുറേ നേരം വേണം പുളിക്കാൻ. അപ്പം ഞാൻ ഈ സമയത്ത്, ഇനി സമ്മറായി കഴിഞ്ഞാൽ ഞാൻ മാവ് വാങ്ങത്തുള്ളൂ. അത് പിന്നെയും ഭേദമായിട്ട്, പക്ഷെ നാട്ടിലത്തെ പോലെ പെട്ടെന്നൊന്നും പുളിച്ച് വരത്തില്ല, കൂടുതൽ സമയം വേണം. അല്ലെങ്കിൽ പിന്നെ വലിയ ഓവനൊക്കെ വേണം, അത്രയും മാവൊക്കെ വെക്കാൻ പാകത്തിന്. അങ്ങനെ ഓവനൊക്കെ അങ്ങനത്തെ വലിയ ഓവനുണ്ടെങ്കിൽ നമുക്ക് പുളിപ്പിച്ചെടുക്കാൻ പറ്റും പെട്ടെന്ന്. ഒന്ന് അതിനകത്ത് ലൈറ്റിട്ട് വെച്ച് കഴിഞ്ഞാൽ പുളിപ്പിച്ചെടുക്കാൻ പറ്റും. ഇപ്പം എൻ്റെ കയ്യിൽ ചെറുതൊരെണ്ണമായിരിക്കുന്നത്, അതിലൊന്നും നമുക്ക് പറ്റത്തില്ല. അപ്പം ഞാനിങ്ങനെ ഇഡ്ഡലിയൊക്കെ തിന്നണമെന്ന് തോന്നുമ്പോൾ, ഇവിടെ മിക്കവാറും റാഗി ദോശയാണ്. അത് പിന്നെ വേറൊരു അക്ഷയകൽപ്പ എന്ന് പറഞ്ഞൊരു ബ്രാൻഡുണ്ട്. അപ്പോൾ അവർ റാഗി ദോശയുടെ മാവ് തരും. പാലും ഒക്കെ ഞങ്ങൾ അവരുടെ മേടിക്കുന്നത്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് തന്നെ റാഗി ദോശയുടെ മാവ് വരും. അപ്പോൾ അത് എടുക്കും. പിന്നെ ഇഡ്ഡലി തിന്നണമെന്ന് തോന്നുമ്പോൾ ഇതുപോലെ മാവ് വാങ്ങിച്ച് ഇഡ്ഡലി ഉണ്ടാക്കി കഴിക്കും. അതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ച് രാത്രിയിൽ അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്കാണെങ്കിൽ മീനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം രാത്രി സാധാരണ റാഗി ദോശയാണ്, ഇന്ന് എന്തോ ഇഡ്ഡലി കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇഡ്ഡലി, പിന്നെ രാവിലത്തെ പുട്ടും കടലയായിരുന്നു. അപ്പോൾ അതിലെ കടലക്കറി കുറച്ചിരിപ്പുണ്ട്. അപ്പോൾ അതും ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിന്നർ അങ്ങ് റെഡിയായി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ പ്രത്യേകിച്ചൊന്നും പരിപാടികളൊന്നും ഇല്ലായിരുന്നു, ഇഡ്ഡലി മാത്രം വെച്ചാൽ മതിയായിരുന്നല്ലോ. അപ്പം ഞാൻ ബാക്കിയിരുന്ന ആ ഗ്രീൻ പീസും കൂടെ അങ്ങ് എല്ലാം അതിനകത്തുനിന്ന് ഇങ്ങനെ പൊളിച്ച് മാറ്റി വെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടാറ്റ, ബൈ ബൈ, സീ യു.